പറയുന്നുണ്ടെന്ന് താല്പര്യമില്ലാത്ത കേസാണ് അതൊക്കെ. പിന്നെ എനിക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞതാണ് ബ്രോ. മറ്റേ ഓരോരുത്തന്മാരെ പോലെ എനിക്ക് ഈ ആൾക്കാരുടെ മുമ്പിൽ വരുമ്പോൾ മാത്രം നമ്മൾ ടി വി ആയിട്ട് സിറ്റുവേഷൻ എടുക്കത്തില്ല, ഇതാക്കത്തില്ല എന്ന് പറഞ്ഞിരിക്കുന്ന കുണ്ണയല്ല ഞാൻ. അറ്റ്ലീസ്റ്റ് നാട്ടുകാരുടെ മുമ്പിൽ എനിക്ക് പറയാനുള്ള ഒരു ധൈര്യമെങ്കിലും ഉണ്ടായിരുന്നു പണ്ട് തൊട്ടേ. അതായത് നേരത്തെ തൊട്ടേ ഉണ്ടായിരുന്നു. നമ്മൾ സിറ്റുവേഷൻ ഇത് നന്നായിട്ട് പോത്തില്ല, ഇത് അങ്ങനെ പോത്തുള്ളൂ എന്ന് പറയാൻ ആണത്വവും ഇതെങ്കിലും ഉള്ള ഒരുത്തനാണ് ഞാൻ. അല്ലാതെ പുറകിൽ നിന്നിട്ട് ആൾക്കാരുടെ മുമ്പിൽ വെച്ചിട്ട് ഫ്രണ്ട്ലി ഒന്നും ബാക്കിൽ ലൈവ് ഓഫ് ആകുമ്പോൾ കണ്ട അച്ചിപ്പട്ടികളുടെ ഒക്കെ കൂടെ പോയിരുന്നു നമ്മളെ കുണ്ണേന്ന് വിളിക്കുന്നതിനൊക്കെ റെസ്പെക്ട് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. അതിനി എന്നും അങ്ങനെ തന്നെ ആയിരിക്കും. പിന്നെ ഇമാതിരി വർത്ത ഡയലോഗും വെച്ചോട്ട് സിറ്റിക്കകത്തോട്ട് വന്ന് അടിച്ച് കയറ്റി തരുകയും ചെയ്യും. കോൺഫിഡൻറ്റോടെ തന്നെ പറയുക, മനസ്സിലായ? അതിൽ കൂടുതൽ വേറെ ഡയലോഗൊന്നുമില്ല. ബാക്കിയൊക്കെ സിറ്റിക്കകത്ത് നല്ല ഡിലേ ഉണ്ട്. നല്ല ഡിലേ ഉണ്ടോ? നല്ല ഡിലേ ഉണ്ട്. ഇതെന്താ ഈ ഡിലേ എന്താണെന്ന് എനിക്ക് മനസ്സിലാവണല്ല. നിങ്ങൾക്ക് എല്ലാവർക്കും ഡിലേ ഉണ്ടോ? ഇവിടെ ചാറ്റിൽ എല്ലാവരും സ്പാം ചെയ്തോണ്ടിരിക്കുന്ന ഡിലേ എന്ന് ഞാൻ ചോദിക്കുമ്പോൾ നിങ്ങൾ ഇല്ലെന്നും പറഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് ഞാൻ എന്ത് പറയാനാണ്? 2 സെക്കൻഡ് ഡിലേ ഉണ്ട്. ഒരു സെക്കൻഡ് ഞാൻ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോട്ടെ. ഒരു മിനിറ്റ്. എനിക്ക് സൗണ്ടേ 2 സെക്കൻഡ് ഡിലേ ഉണ്ട്. ഡിലേ ഉള്ളവർ ഒന്ന് റീഫ്രഷ് ചെയ്ത് നോക്കുമോ? ഒന്ന് റീഫ്രഷ് ചെയ്ത് നോക്കിയാൽ ചിലപ്പോൾ ശരിയാവും. റീഫ്രഷ് ചെയ്ത് നോക്കിയാൽ ഒന്ന് സെറ്റ് ആവാമെന്ന് തോന്നുന്നു. അല്ല അത് ഞാൻ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞ കേസ് എന്താ ഞാനിങ്ങനെ ഇതിൻ്റെയൊക്കെ കാര്യങ്ങൾ ഓരോന്ന് പറയുമ്പോൾ ഈഗിൾ എക്സ്പോസ്ഡ് 1000 ടൈം എക്സ്പോസ്ഡ്. എടാ അണ്ടി, നിന്നോടത്തൊക്കെ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ എനിക്കിത് ഫ്രണ്ട്ലി ആയിട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ല. കണ്ട നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കൊളവാണങ്ങളെല്ലാം കൂടെ പിടിച്ചെടുത്ത് ഒരു സാധനത്തിനകത്ത് വെച്ചിട്ട് ഞങ്ങൾ അവളെ കാണുമ്പോൾ MRC എന്നുള്ള പേരുണ്ടെന്ന് പറഞ്ഞ് ചിരിച്ചു കാണിക്കണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ എങ്ങനെ ഇരിക്കും? എനിക്ക് സൗകര്യമില്ലടാ, എനിക്ക് സൗകര്യമില്ല. എനിക്കതിന് സൗകര്യമില്ല. നിനക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? നിനക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റുമോ? എന്നെ കൊണ്ട് റെസ്പെക്ട് ചെയ്യാനും മേടിക്കാൻ പറ്റുമോ? ഞാൻ ഇവനെയൊക്കെ കാണുമ്പോൾ എണ്ണീറ്റിരിക്കണോ സിറ്റിക്കകത്ത്? നിനക്കൊക്കെ എന്നെ കൊണ്ട് അങ്ങനെ മേടിപ്പിക്കാൻ പറ്റുമെങ്കിൽ നീ എന്നെ ഒന്ന് മേടിപ്പിച്ച് കാണിയില്ലേ? കണ്ട അച്ചിയും മടകോടനെയും അണ്ടിപ്പട്ടിയും എല്ലാം പിടിച്ചുകൊണ്ട് വന്ന് ഗ്യാങ്ങിനകത്ത് ഇരുത്തിയിട്ട് അമ്മമാർക്ക് തലയുടെ പേരിൽ MRC എന്ന് പേരിട്ട് കൊടുത്തിട്ട് എനിക്ക് പ്രശ്നമുള്ളവന്മാരെ എനിക്ക് പ്രശ്നമില്ലെന്ന് നിങ്ങളുടെയൊക്കെ മുമ്പിൽ വന്ന് പറഞ്ഞിട്ട് അഭിനയിച്ചിട്ട് ഞാൻ അവരുടെ മുമ്പിൽ പോയി ചിരിച്ചു കാണിച്ചുകൊണ്ടിരിക്കണോ? എനിക്ക് പറ്റത്തില്ല, ബുദ്ധിമുട്ടുണ്ട്. നിനക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ദിവസമായിട്ട് ഭീഷണിയുടെ കേട്ട് ഞാനങ്ങ് ഇതാക്കുക. MRC പറഞ്ഞ് എന്തോ തലയൊക്കെ അങ്ങ് അറന്ന് വീണ് മറ്റേ റോഡിൽ ചോര വലിപ്പിച്ച് കിടക്കുമെന്നൊക്കെയാണ് പറയണത്. പോളാ കൊച്ചു പിള്ളേരെ ഇറങ്ങി നിന്റെ വല്ല പണിക്കും പോയി നോക്ക്. നിന്നെയൊക്കെ ഇമ്പ്രസ് ചെയ്തിട്ട് വേണമല്ലോ എനിക്കിവിടെ ജീവിക്കാൻ. പിന്നെ നിന്റെയൊക്കെ ഭയങ്കര പറച്ചിലുണ്ട്. നീയൊക്കെ മറ്റേ ഇത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ജീവിക്കാൻ നമുക്ക് വേറെ വകുപ്പൊന്നുമില്ല. എന്തായാലും നിന്റെയൊക്കെ കൂടെ സ്കൂളിൽ പോകാത്തവനും പഠിക്കാൻ പോകാത്തവനുമല്ല ഞാൻ, എന്തായാലും മനസ്സിലായോ? അതെന്തായാലും അല്ല ഞാൻ. കുറെ ദിവസമായി ഞാനിത് കേൾക്കണ ഗൈസ്. ഞാൻ നിങ്ങളുടെ തന്നെ പറഞ്ഞില്ലേ ഗൈസ്, നമുക്ക് ഇതിനകത്ത് കുറച്ച് ആൾക്കാരെ നമ്മൾ ഇതിനു മുമ്പ് വളരെ ഇഷ്യൂസ് ആയതുകൊണ്ട് നമുക്ക് അവരുമായിട്ടൊന്നും ചിരിച്ച് ഇതായിട്ട് പോകാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് നേരത്തെ നമ്മളിത് ഫ്രണ്ട്ഷിപ്പ് ഗ്യാങ് എന്നുള്ള രീതിയിൽ പോകത്തില്ല എന്ന് പറയണത്. അത് മനസ്സിലാവുന്നില്ല ഇവർക്കാർക്കും മനസ്സിലാവുന്നില്ലെന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ എന്ത് പറയാനാ? പിന്നെ ഓരോ ദിവസവും വന്ന് നമ്മളെ RP ചെയ്യുമ്പോഴും ഇതേപ്പറ്റി മിണ്ടിയില്ലേലും സംസാരിച്ചില്ലേലും എല്ലായിടത്തും എന്നെ വലിച്ചിടുക, ഇത് വലിച്ചിടുക, ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കി. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഇത് പറയാനുള്ള കാരണം പറയാം കേട്ടോ. കഴിഞ്ഞ ദിവസം നമ്മൾ വെളിയിലിരുന്നപ്പം അലീനയുടെ അക്കൗണ്ടിൽ ഒരുത്തൻ കൊച്ചുപയ്യൻ എന്തൊക്കെ പറഞ്ഞു ഒരു കൊച്ചുമുണ്ട വന്നൊരു മെസ്സേജ് അയക്കണ്. ഞാൻ എന്നിട്ട് ഫോൺ മേടിച്ചിട്ട് ഞാൻ തള്ളക്കി വിളിച്ചവൻ്റെ. ഞാൻ ആ ഫോൺ മേടിച്ചിട്ട് ഞാൻ അവനെ തള്ളക്കി വിളിച്ചപ്പോൾ അവനോട് ചോദിക്കുക നീ ആരാടാന്ന്. ഞാൻ പറഞ്ഞു സിറ്റിയിലെ ഗ്യാങ്ങിന് വേണ്ടിയിട്ട് നീ സംസാരിക്കാൻ വന്ന നീ ഏതാ ആണെന്ന് പറഞ്ഞാൽ അവനെ വീഡിയോ കോൾ 100 വട്ടം ചെയ്തിട്ട് അവൻ ഫോൺ എടുത്തില്ല, എന്നിട്ട് ബ്ലോക്ക് ചെയ്തിട്ട് പോയി. ചില്ലറ സൂക്കേടല്ലേ ഇവന്മാർക്ക്? കുറച്ച് ദിവസമായിട്ട് നമ്മളെന്തോ ഇവർക്ക് ഒന്നാമത്തെ കാര്യം കേസ്, ഇവർക്ക് സിറ്റിയിലെ നിയമവും സിറ്റിയിലെ കാര്യങ്ങളും ഒന്നും അറിയത്തില്ല. പിന്നെ വേറെ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം. ഉണ്ടായിരുന്ന വേറെ കുറച്ച് പുതിയ അണ്ണന്മാരുണ്ടല്ലോ. എടാ നമ്മൾ MRC ആണെന്ന് അവർക്ക് മനസ്സിലാക്കണം. പക്ഷെ എന്നിട്ട് അവനിരുന്ന് പറയും അത് TV ആണെന്ന് നമ്മളെങ്ങനെ മനസ്സിലാക്കും? നമുക്ക് TV-യിലുള്ള എല്ലാവരും അറിയുമോ? അതുപോലെ ഞങ്ങൾക്കും അറിയത്തില്ല. നീയൊക്കെ ഏതാ? നീയൊക്കെ 2 മാസം മുമ്പ് കയറി വന്ന് നിന്നെയൊക്കെ ഞങ്ങൾക്ക് എങ്ങനെ അറിയാൻ പറ്റും? നിന്റെ സൗണ്ട് കേട്ടാ ഞാൻ MRC എന്ന് പറഞ്ഞു ഞാൻ ഇങ്ങനെ കുമ്പിട്ട് നിൽക്കണോ?
ബ്രോ ആണെ പറയണം, വാതുറന്ന് പറയണം MRC ആണെന്ന് നീ. അങ്ങനെ ആണെങ്കിൽ ചിലപ്പോൾ പിന്നെ ഞങ്ങൾ സിറ്റുവേഷൻ എടുക്കാതെ മാറിയെന്ന് അല്ലെങ്കിൽ വരും. അല്ലാതെ നിന്നെ കാണുമ്പോൾ കുനിഞ്ഞിരുന്ന് ഇതാക്കാൻ പറ്റത്തില്ല, മനസ്സിലായ? എ ക്ലാസ് അമ്പി. അമ്പി നിന്നെ അങ്ങനെ തന്നെ വിളിക്കാൻ പറ്റുള്ളൂ, അമ്പി. അത് നിനക്കുള്ള പേര് അതാണത്. ഇനിയുള്ള നിനക്ക് അങ്ങനെ ഈ സിറ്റുവേഷൻ വന്നാൽ നിന്നെ അങ്ങനെ വിളിക്കുകയുള്ളൂ. അല്ല കൈസ്, കുറച്ച് ദിവസമായി ഞാനിത് പറയാം, മിണ്ടണ്ടെന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അന്നേരം ഇങ്ങനെ കുറേ ദിവസമായിട്ട് നമ്മളെ ഒരുമാതിരി ഇതാക്കണേ. ഞാനിപ്പോൾ ഇത്രയും നാളത് പറഞ്ഞില്ലായിരുന്നു, എനിക്ക് ഒരു ഇതുമില്ല. എടാ, നിന്റെയൊക്കെ കൂട്ടത്തിൽ ഒരുത്തൻ ഇതിന് മുകളിൽ ചെയ്ത് കാണിക്കുമ്പം എൻ്റെ അടുത്ത് കോമ്പറ്റീഷൻ ഒന്നും നീയൊക്കെ വന്നതിന് ഞങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്ന് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞാൽ മതി. അങ്ങനെ ഒരുത്തൻ ഇതുവരെ ചെയ്ത് കാണിക്കാൻ എന്തായാലും അവിടുന്ന് ഉണ്ടായിട്ടില്ല. ഇനി ഉണ്ടാവുമ്പോൾ ഞാൻ പറയാം. അങ്ങനെ ഉണ്ടായി നീയൊക്കെ ചെയ്ത് കാണിക്കുന്ന സമയത്ത് ഞാനത് ഈ പറയണത് പോലെ അക്സെപ്റ്റ് ചെയ്യാം. അതുവരെ അങ്ങനെ എന്തായാലും ഒരുത്തൻ അതിനകത്തില്ല. അങ്ങനെ ഒരുത്തൻ ഇല്ലാത്തടത്തോളം കാലം നിങ്ങളുടെ അടുത്തേക്ക് എനിക്ക് ഒരു പ്രശ്നമില്ല. ഞാൻ ഇത്രയും ദിവസം വളരെ ഫ്രണ്ട്ലി ആയിട്ട് വളരെ ഇതായിട്ടാണ് പറഞ്ഞത്. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ചില ആൾക്കാർ ലൈവ് വന്നിട്ട് പറയണത് TVAക്കും KVAക്കും ഫ്രണ്ട്ലി ആയി ബിഹേവ് ചെയ്തുകൊണ്ടാണ് ഞങ്ങളുടെ ഓഡിയൻസ് പോയതെന്ന്. ഞാൻ പറഞ്ഞു ബ്രോ ഫ്രണ്ട്ലി ആവാൻ. ഞാൻ നിങ്ങളുടെ ഇതല്ലേ ആദ്യം തൊട്ട് പറയണേ, ഞങ്ങളോട് ഫ്രണ്ട്ലി ആവണ്ട ബ്രോ, ഫ്രണ്ട്ലി ആവണ്ട. ഞാൻ ഇതല്ലേ ബ്രോയുടെ അടുത്തൊക്കെ ആദ്യമേ തൊട്ട് പറഞ്ഞേ. നിങ്ങൾക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. കഴിഞ്ഞൊരു 3-4 ദിവസമായിട്ട് TVAക്കും KVAക്കും ഫ്രണ്ട്ലി ഗ്യാങ് ആയതുകൊണ്ടാണ് അവർ കുറെ സിറ്റുവേഷൻസ് സോൾവ് ചെയ്തുകൊണ്ടാണ് അവരുടെ ഓഡിയൻസ് പോയെന്ന്. എന്നാ പറയൊക്കെയാണ് പറയണേ ബ്രോ, എന്തൊക്കെയാ പറയണേ എനിക്ക് മനസ്സിലാവണില്ല. നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞോ നിങ്ങളുടെ അടുത്ത് ഞങ്ങളുമായിട്ട് ഫ്രണ്ട്ലി ആവാൻ? ഞാൻ ആദ്യം തൊട്ട് പറഞ്ഞപ്പോൾ നിനക്കൊക്കെ പുച്ഛമായിരുന്നല്ലോ. അന്നേരം എന്താ നീയൊക്കെ പറഞ്ഞ അന്നേരം അയ്യോ അത് ഈഗിളിന് ഫ്രണ്ട്ലി ആവാൻ താല്പര്യമില്ല. ഇതിന്റെ അപ്പുറത്ത് വേഴ്സ് ആവുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് അന്ന് തൊട്ടേ ഒരു അടി പ്രതീക്ഷിച്ച ആൾക്കാർ ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ പറഞ്ഞു. ഒരടി പ്രതീക്ഷിച്ച് വന്നാലും ഓക്കെ അടിയായി എന്നുള്ളൊരു രീതി, അത് മതിയായിരുന്നു. അതിന് പകരം ഫ്രണ്ടാണ്, അണ്ടിയാണ്, ഫ്രണ്ട്ഷിപ്പ് ഗ്യാങ് ആണ് എന്നൊക്കെ പറഞ്ഞു വന്നിട്ട് അവര് പോവും. പകലാവുമ്പോൾ അതിനകത്ത് നമ്മളോട് പ്രശ്നമുള്ള കുണ്ണുകളല്ല അവിടെ ഉച്ചയാകുമ്പോഴത്തേന് ചൊറച്ചിൽ തുടങ്ങും. ഇവനേതോ ബ്രോ പേരെന്താ, ഇവിടെ സാമാനുണ്ട്, സാമാനത്തിന് അറ്റം ചെത്തിയിട്ടുണ്ടോ, ചെത്താത്തതുണ്ടോ, അതുണ്ടോ, എന്നെ മനസ്സിലായില്ലേ? ഞാൻ MRCയിലുള്ളത്, നിങ്ങളാര്? ഇതാണ് ഇത് ഞങ്ങൾക്ക് എത്ര ദിവസം ഇങ്ങനെ കേട്ടോണ്ടിരിക്കാൻ പറ്റും? അല്ല, ഇത് കേട്ടോണ്ടിരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് ബ്രോ, ഇത് കേട്ടോണ്ടിരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്, സീരിയസ് ആയിട്ട് എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. കുറെ ദിവസമായി ഇത് ഞാൻ. നിങ്ങൾക്ക് TVയിലെ മെമ്പേഴ്സിനെ അറിയത്തില്ലെങ്കിൽ തിരിച്ച് അതിനകത്തുള്ളവർക്കും നിങ്ങളിലുള്ള പുതിയ അവിടുന്ന് ഇവിടുന്നൊക്കെ വന്ന ആൾക്കാരും നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ സംസാരം ആകുമ്പോൾ പേരെന്താന്ന് ചോദിച്ചാൽ പേര് പറയുക, അങ്ങോട്ടും ഇങ്ങോട്ടും TV ആണ് MRC ആണെന്ന് പറഞ്ഞ് മ്യൂച്വലി പോവുക. 2 മെമ്പേഴ്സ് റെഡി ആണെങ്കിലേ അതങ്ങനെ നിൽക്കത്തുള്ളൂ. അല്ലാതെ കുറച്ച് പേര് മാത്രം വന്നിട്ട് മറ്റേ ഇത് പറഞ്ഞിട്ട് കുറച്ച് പേര് അമ്പി കളിക്കുന്നതിൽ ഒരു കാര്യമില്ല, മനസ്സിലായോ? ഇതെനിക്ക് പറയണമെന്നുണ്ടായിരുന്നു. പിന്നെ ഇത്രയും ദിവസം ഇത് പറയാതിരുന്ന് ഞാൻ പറഞ്ഞില്ലേ, ഇവന്മാരുടെ ഒരു വിചാരം എന്ന് പറഞ്ഞാൽ നമ്മളിത് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞില്ലേ MRC ആൾക്കാർ നമ്മുടെ തല വെട്ടിക്കളയും, മറ്റേ ഇതാക്കി കളയും. എനിക്ക് അങ്ങനെ ഒരു പേടിയില്ല. നിന്റെയൊക്കെ അണ്ണം പറഞ്ഞതുപോലെ ദൈവം തമ്പുരാനെ അല്ലാതെ എനിക്ക് വേറൊരുത്തനെയും പേടിയില്ല. അതിന് നിന്റെ ഏതൊക്കെ കൊലകൊമ്പനാണെങ്കിലും എനിക്ക് ഒരുത്തനെയും പേടിയില്ല. പറയാനുള്ള കാര്യം മുഖത്തോക്കി പറയും. ഇത്രയും ദിവസം ഞാൻ റെസ്പെക്ട് കൊടുക്കേണ്ട എല്ലാവർക്കും റെസ്പെക്ട് കൊടുത്ത് എൻ്റെ ചാറ്റിൽ പോലും ഞാനത് പറഞ്ഞിട്ടുണ്ട്. അവരുമായിട്ട് ആർപ്പ് ചെയ്യാൻ വരുന്ന സമയത്ത് ബ്രോ നമ്മുടെ ചാറ്റിൽ ഒരു മോശമായ വാക്ക് പോലും പറയാൻ പാടില്ല എന്ന്. എന്നാലും ഷമീർ വന്നാലും ഷെയ്ഖ് വന്നാലും മാക്ക് വന്നാലും ആര് വന്നാലും ഞാൻ അവരെയൊക്കെ എങ്ങനെ ട്രീറ്റ് ചെയ്തിട്ടുണ്ടെന്ന് എൻ്റെ ലൈവ്. ഇത് ചിലപ്പോൾ റീലൊക്കെ ഓരോരുത്തന്മാർ കട്ട് ചെയ്ത് ക്ലിപ്പാക്കിയിട്ട് ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഒരു പണിക്കും പോകാത്ത, സ്കൂളിൽ പോലും പോകാത്തവന്മാരിരുന്ന് കമന്റ് ഇട്ട് മെഴുകുമായിരിക്കും. എനിക്കൊരു പ്രശ്നമുള്ള കാര്യമല്ല അത്. പക്ഷെ എനിക്കറിയാം നമ്മുടെ ഓഡിയൻസ് ിരിക്കുന്ന ഏതെങ്കിലും ഒരുത്തൻ എനിക്ക് മുകളിൽ ഈ പറയണത് പോലെ ഒരു ഇത് കൊണ്ടുണ്ട് ബോട്ട് വാച്ചിങ് അടിച്ച് ചേരുന്ന കാര്യമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടാ. അതും ഇതുപോലത്തെ ഒരു പ്ലാറ്റ്ഫോമിൽ നീയൊക്കെ കൊണ്ടുവരുന്നുണ്ട് അന്ന് ഞാൻ സംസാരിക്കാം. അത് നമ്മളെയൊക്കെ ഞാൻ TVയൊക്കെ മുമ്പിൽ TVയുടെ ഒക്കെ ഇതിന് മുകളിൽ ഒരു നല്ല ഗ്യാങ് ആയിട്ട് കൊണ്ടുവന്നാൽ സംസാരിക്കാം. അല്ലാതെ എനിക്ക് നിന്നോടൊന്നും സംസാരിക്കാൻ താല്പര്യമില്ല. നിന്റെയൊക്കെ വ്യൂ കമ്പാരിസൺ കുറച്ച് ദിവസമായിട്ട് ഞാൻ മിണ്ടായിരിക്കുക. ഇനി ഇവിടെ കാണാൻ വന്ന് ഇമ്മാര് വർത്താനം പറഞ്ഞാൽ ഇതുപോലെ അപരാധിച്ച് ഞാൻ വിടത്തേ ഉള്ളൂ. ഒരു സംശയമില്ല. പിന്നെ സിറ്റിക്കകത്ത് ഇനി ഏതെങ്കിലും അമ്പി വന്നിരുന്ന് നാളെ തൊട്ട് സിറ്റിക്കകത്ത് കയറുന്ന സമയത്ത് TVയുടെ അടുത്ത് ഏതെങ്കിലും ഈ പറയുന്ന ഗ്യാങ്ങിലെ അമ്പി വന്നിരുന്ന് കൊണ പറഞ്ഞാൽ പിടിച്ചുകൊണ്ട് തല്ലി കട്ടി തൂക്കി കത്തിക്കും. ഒരു സംശയമില്ല. അങ്ങനെ തന്നെയാണ് തീരുമാനം. അങ്ങനെ തന്നെയാണ് പ്ലേയേഴ്സിനോട് പറഞ്ഞേക്കുന്നത്. അങ്ങനെ തന്നെയാണ്. സിറ്റിക്കകത്ത് കാണാൻ വന്ന് നിനക്കൊക്കെ ഇപ്പം ഞാൻ ഇവിടെ പറഞ്ഞതിന്റെ ഫ്രസ്ട്രേഷൻ തീർക്കണമെന്ന് നിനക്കൊക്കെ ഉണ്ടെങ്കിൽ നീ വന്നു കഴിഞ്ഞാൽ നേരെ കൊണ്ടുപോയി തരാം. നിനക്ക് കുറച്ച് ദിവസമായി ഞാനിത് കേൾക്കാൻ തുടങ്ങിയിട്ട് മടുത്ത് സീരിയസ് ആയിട്ട് ഞാൻ പറയാം. ഞാൻ അതുകൊണ്ടാണ്, ഞാൻ അല്ലെങ്കിൽ ഇത്രയും ഇതായിട്ട് ഇത് ചെയ്യത്തില്ല, പറയാതിരിക്കാൻ വയ്യ. എല്ലാവർക്കും വെൽക്കം സ്ട്രീം ഗൈസ്, എല്ലാവർക്കും വെൽക്കം സ്ട്രീം. എടാ
നിന്റെ എല്ലും ഡബ്ല്യു ഒക്കെ നിന്റെ അച്ഛൻ്റെ അണ്ടിക്കകത്തോട്ട് കൊണ്ടിട്, ഇവിടെ ഇടാതെ. നിന്റെ എല്ലും ഡബ്ല്യു പറച്ചിലേട്ടാ തോന്നും നീയൊക്കെയാണ് അത് കണ്ടുപിടിച്ചതെന്ന്. ഫോറിനിലുള്ള നല്ല സ്ട്രീമേഴ്സിന്റെ ഒക്കെ വായിന്ന് മത്തി എടുത്ത സാധനം ഇവിടെ കൊണ്ടുവന്ന് ഛർദ്ദിച്ചിട്ട് പറയുക അവനൊക്കെ ഉണ്ടാക്കിയതാണെന്ന്. എല്ലും ഡബ്ല്യു തീട്ടങ്ങൾ അതുപോലും മനസ്സിലാക്കാനുള്ള കഴിവില്ലാത്ത എ ക്ലാസ് തീട്ടങ്ങൾ പറയാതിരിക്കാൻ വയ്യ. സ്വന്തമായിട്ട് ഉണ്ടാക്കിയതാണെങ്കിൽ വേണ്ട, അതുമല്ല വെളിയിലത്തെ സ്ട്രീമേഴ്സിനെ അതേപോലെ നക്കിയെടുത്തിട്ട് അത് ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്തിട്ട് അവൻ്റെയൊക്കെ ക്ലെയിം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അതൊക്കെ അവന്മാരുണ്ടാക്കിയതാണെന്നാണ്. എല്ലും ഡബ്ല്യു ഒക്കെ നിന്റെ അച്ഛൻ്റെ കാലിനിടെ കൊണ്ടിട്ടാൽ മതി, എൻ്റെ അടുത്ത് ഇടണ്ട. അത് കേട്ട് നക്കി തീരുമാനം മാറ്റുന്ന മറ്റേ നട്ടലില്ലാത്തവന്മാരെ മാത്രമേ നീയൊക്കെ കണ്ടിട്ടുള്ളൂ. മറ്റേ സ്വന്തമായിട്ടൊരു തീരുമാനം സ്വന്തമായിട്ടൊരു സ്റ്റേറ്റ്മെന്റ് ഉള്ള ആൾക്കാരെ നിനക്കൊന്നും അറിഞ്ഞുകൂടാ. നീയൊക്കെ അത് കണ്ട് വളർന്നതിന്റെ പ്രശ്നമാണ്. ഹലോ ഹലോ കുറച്ച് ദിവസമായി ജോക്കിക്ക് തന്നെ അറിയാമല്ലോ, കുറച്ച് ദിവസമായി. വിതിൻ ബ്രോ താങ്ക് യു സോ മച്ച് 5 വീക്കിൾ ഗെയിമിംഗ് മെമ്പർഷിപ്പ്. ഫോമിലാണല്ലോ പറയണ്ടേ, ഇത് കുറച്ച് ദിവസമായില്ലേ. ഇത് നമ്മൾ എന്തിന് എടാ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാടാ, നിങ്ങൾ വേറെ ഒന്നും വേണ്ട, നിങ്ങൾ മെമ്പേഴ്സിന്റെ അടുത്ത് ചോദിക്കും. ഇത്രയും പേര് ഇതാ ഇവിടെ ഉണ്ട്. എടാ ഈ ഗ്യാങ് ഫോം തുടങ്ങിയിട്ട് ഇവർ ഈ MRC എന്ന് പറയുന്ന ഗ്യാങ് ഫോം ആയിട്ട് അന്ന് തൊട്ട് ഇന്ന് വരെ ഞാൻ ഇവരുടെ അടുത്ത് ഉപദ്രവിക്കാൻ പോകല. സംസാരിച്ചിട്ടുള്ളൂ ഗ്രൂപ്പില്. എപ്പോഴെങ്കിലും ഒരു വട്ടമെങ്കിലും MRC എടുത്ത് പോയി. ഈ ഇടയ്ക്ക് ഇപ്പൊ നമ്മൾ ലാസ്റ്റ് ഈ ഫ്രണ്ട്ലി അല്ലെന്ന് നമ്മൾ അനൗൺസ് ചെയ്തതിനു ശേഷം സിറ്റുവേഷൻ വന്ന എടുത്തോളം പറഞ്ഞിട്ടുണ്ട്. അതുവരെ നമ്മൾ എന്തെങ്കിലും ഇവരെ ഉപദ്രവിക്കാനോ നിങ്ങൾ വന്ന് സിറ്റുവേഷൻ ആയി എന്ന് പറയുമ്പോഴും ഇവിടുത്തെ കൂട്ടത്തിലുള്ള ഓരോരുത്തന്മാരെ വഴക്ക് പറഞ്ഞു വിട്ടിട്ടേ ഉള്ളൂ ഞാൻ. അതിന്റെ ഇടയ്ക്ക് ഒന്ന് പിന്നെയും വാസുബ്രോ ഫ്രസ്ട്രേറ്റ് ചെയ്ത് തൊപ്പി ബ്രോ ചാരിടുന്നവന്മാരെ ഉണ്ടെന്ന്. ബ്രോ അങ്ങനെയാണെങ്കിൽ ലൈവ് വന്ന് തന്തലാഴി പറയരുത് ആൾക്കാർ. ലൈവ് വന്നിട്ട് മൂമ്പിത്തരം പറയരുത്. ലൈവ് വന്നിട്ട് വ്യൂവേഴ്സിന്റെ കാര്യം വിട്ടോ, അത് ഞാൻ ശ്രദ്ധിക്കുന്നില്ല. ഞാൻ വ്യൂവേഴ്സിനല്ല റിപ്ലൈ കൊടുത്തേ. നമ്മൾ TV ഒക്കെ കുനിഞ്ഞു കൊടുത്തുകൊണ്ടാണ് നമ്മുടെ വാച്ചിങ് പോയെന്ന് പറഞ്ഞ് 2-3 ദിവസമായിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കാണ് ഞാൻ റിപ്ലൈ കൊടുത്തത്. അല്ലാതെ ഞാൻ ചാറ്റിലുള്ളവർക്കല്ല റിപ്ലൈ കൊടുത്തത്. എനിക്ക് ചാറ്റിലുള്ളവർക്ക് റിപ്ലൈ കൊടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഇവരുടെയൊക്കെ കൂടെ പോയി VC പോയിരുന്ന് സംസാരിച്ച ആളാ. അപ്പൊ എനിക്ക് എന്റേതായിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. ഞാൻ ഇവരെ ഒന്നും കൺസിഡർ ചെയ്തതിന്റെ വിഷമത്തിന്റെ പുറത്താണ് ഞാനിത് പറയണേ. നമുക്ക് കുനിഞ്ഞേരാരും പറഞ്ഞോ? എനിക്ക് കുനിഞ്ഞേരണ്ട, കുനിഞ്ഞൊന്നും തരണ്ട. എന്തിനാ എനിക്ക് കുനിഞ്ഞേരുന്നേ? എനിക്കെന്തിനാ കുനിഞ്ഞേരണേ? അതാണ് എന്റെ ചോദ്യം. ഇവര് ലൈവ് പറയണ ഇങ്ങനെയാണ്, എനിക്ക് കുനിഞ്ഞേരുന്നേ. ഇവർക്ക് കുനിഞ്ഞു കൊടുത്തോണ്ടാണ് നമ്മുടെ വ്യൂവേഴ്സ് പോയെന്നൊക്കെയാണ് പറയണ ജോക്കി. എനിക്കെന്തിനാ കുനിഞ്ഞേറണ? ഞാൻ കുണ്ടറൊന്നുമല്ല. കുനിഞ്ഞു വന്നിട്ട് എന്തിനാ? കുറച്ച് ദിവസമായിട്ട് ഇത് തന്നെ കേട്ടോണ്ടിരിക്കുക. ഇത് തന്നെ ലൂപ്പായിട്ട് ഞാൻ ആദ്യമേ അവരുടെ അടുത്ത് അതുകൊണ്ടാ പറഞ്ഞത്, നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഒരു സാധനം ഫ്രണ്ട്ലി ഒന്നും വേണ്ട, സിറ്റുവേഷൻ വരുമ്പോ സിറ്റുവേഷൻ ആവട്ടെ, അങ്ങനെ അങ്ങ് പോട്ടെ എന്നുള്ള രീതിയിൽ. ഇത് എനിക്ക് ഉറപ്പാണ് ഈ ഫുൾ ലൈവ് കാണാതെ ഞാൻ ഈ പറഞ്ഞതിന്റെ ഓരോ പോർഷൻ മാത്രം കട്ട് ചെയ്തിട്ട് ഈഗിൾ ഗെയിമിംഗ് MRC പറ്റി പറഞ്ഞത് കേട്ടാൽ നിങ്ങളുടെ സാമാനം പൊട്ടിത്തെറിക്കും. ഇതൊക്കെയാണ് നാളെ വരാൻ പോണത്. പക്ഷെ എനിക്ക് അങ്ങനത്തെ ഒരു പേടിയില്ല. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് പണ്ടും ഇന്നും അന്നും എപ്പോഴും അങ്ങനത്തെ ഒരു പേടിയില്ല. അങ്ങനത്തെ ഒരു പേടിയേ എനിക്കില്ല. അതെന്നെ ഇത് കണ്ടാൽ അറിയാം. എന്റെ ലൈവ് കാണുന്നവർക്ക് എന്തായാലും അറിയാം. എനിക്ക് അങ്ങനത്തെ ഒരു പേടിയുള്ളൊരു കൂട്ടത്തിലല്ല ഞാൻ. ആരുടെ അടുത്താണെങ്കിലും പറയാനുള്ള കാര്യം ഞാൻ പറയും. അതിനി നമ്മളെക്കാളും മുകളിൽ വാച്ചിങ് ഉള്ളവരോ താഴെ വാച്ചിങ് ഉള്ളവരോ അങ്ങനൊന്നും ഞാൻ നോക്കാറില്ല. ഞാൻ അങ്ങനത്തെ സാധനങ്ങളൊന്നും നോക്കാറില്ല. ഇതെന്താ പറഞ്ഞേ? എനിക്ക് മനസ്സിലാവും, ബട്ട് ഒരു ഹാപ്പിനെസ് എന്നോട് പറയാൻ വിചാരിക്കുമായിരുന്നു. നാട്ടിലോട്ട് വരെ സെറ്റായി. ഹാരി സെന്റർ ബ്രോ താങ്ക് യു സോ മച്ച് ഫോർ 500. നാട്ടിലോട്ട് വായോ. അല്ല അത് തന്നെ സ്വീഡനെ കോപ്പി അടിച്ച് ഇല്ല ബ്രോ, ഞാൻ അതൊന്നും പറയുന്നില്ല. ഇവിടെ വന്ന് ഓരോരുത്തന്മാര് മറ്റേ എന്റെ വ്യൂവർഷിപ്പ് കമ്പാരിസനെ പറ്റി പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞേ ഉള്ളൂ. ഞാൻ എല്ലാം ഒന്നും പറയണില്ല. ഞാൻ സ്വീഡന്റെ കോപ്പി അതൊക്കെ പബ്ലിക്കലി അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. അല്ല നമ്മളെ മറ്റേ ഇത് ചെയ്ത് അങ്ങ് മൂഞ്ചിക്കണ ഇതായതുകൊണ്ട് പറഞ്ഞതാണ് ഞാൻ. അയ്യോ
ബ്രോ അതല്ല തൊപ്പിയെ ഡ്രാഗ് ആക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറയേണ്ടടുത്ത് പറഞ്ഞാൽ പോരെ. അതിൽ തൊപ്പിയെ ഡ്രാഗ് ആക്കേണ്ട ആവശ്യമില്ലല്ലോ. അല്ല അപ്പം ഞാനിപ്പോ എക്സാമ്പിൾ പറയാം. എന്റെ അടുത്ത് വന്നിട്ട് തൊപ്പി അപ്പൊ ഇതിനകത്ത് ഇല്ലെങ്കിൽ പിന്നെ വാച്ചിങ് കുണ്ണയും പൊക്കി എന്തിനാണ് വന്നത് ഇങ്ങോട്ട്? നിനക്കെന്നാ മറ്റവന്റെ വാച്ചിങ് കൊണ്ട് വന്നാ പോരായിരുന്നോ? നീ എന്തിനാ തൊപ്പിയുടെ വാച്ചിങ് കൊണ്ട് എന്റെ ചാറ്റിലോട്ട് വന്നേ? എടാ കുഞ്ഞ, അതാ എന്റെ ചോദ്യം. നീ തൊപ്പിക്ക് 50,000 50,000 കെ ഉണ്ടായിരുന്നു പറഞ്ഞ എന്നാ കുണ്ണയ്ക്കാവും അതും പൊക്കിക്കൊണ്ട് ഇങ്ങോട്ട് ചാറ്റിലോട്ട് വന്നേ? അത് പറഞ്ഞപ്പോഴല്ലേ ഞാൻ അവനെ പറഞ്ഞേ. ഞാൻ അതുവരെ അവനെ വല്ലതും പറഞ്ഞോ? അതുവരെ ഞാൻ ഈ പറഞ്ഞ മറ്റേ ലീഡറിനെ കോ ലീഡറിന്റെ കാര്യമല്ല പറഞ്ഞേ. നീ സാമാനം പൊക്കി അവന്റെ തൊപ്പിക്ക് 50,000 ഉണ്ടായിരുന്നു, 60,000 ഉണ്ടായിരുന്നു, 70,000 ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് നീ ചാറ്റിലോട്ട് വന്നിട്ടപ്പോഴല്ലേ ഞാൻ അവനെ പറഞ്ഞേ. എന്നാ പറയാ നീ അതുകൊണ്ട് വന്നത്? അതുകൊണ്ടല്ല അന്നേരം അങ്ങനെ പറഞ്ഞേ. എനിക്കല്ലാതെ അവനെ ഒന്നും വിളിച്ചിടേണ്ട ആവശ്യമൊന്നും ഇല്ല എനിക്ക്. അണ്ണ അത് വ്യൂസ് അല്ല, അണ്ണ അത് വ്യൂസ് അല്ലേ വേണ്ടായിരുന്നു, അതൊരു കോൺട്രവേഴ്സി ആക്കണ്ടായിരുന്നു. എടാ ഇവർക്ക് കുറച്ച് പേർക്ക് എനിക്ക് തോന്നുന്ന ഞാൻ ഒരു കാര്യം പറയാം. കുറച്ച് ആൾക്കാർക്ക് എന്ന് പറഞ്ഞാൽ ഇവന്മാരെന്ന് പറഞ്ഞാൽ ഈ ചെവി ഇരിക്കുന്നത് ചന്തിയുടെ സൈഡിലാണ്, മനസ്സിലായോ? ബ്രെയിൻ ഇരിക്കുന്നത് ഇടത്തെ ചന്തിയുടെ സൈഡില്. അങ്ങനെ കുറെ പ്രശ്നങ്ങളുള്ള ആൾക്കാരുണ്ട് ഇവർക്ക്. നമ്മൾ എത്ര പറഞ്ഞു മനസ്സിലാക്കിയാലും നമ്മൾ എത്രയൊക്കെ ബോധിപ്പിച്ചാലും ഇനി എന്തൊക്കെ കാണിച്ചാലും ഇവരുടെ തലയെ കയറാൻ പോകണില്ല. ഇവരുടെ തലയിൽ ഒരിക്കലും അത് കയറാൻ പോകണില്ല, മനസ്സിലായോ? നിനക്കൊക്കെ ഇനി എന്ത് ഫ്രസ്ട്രേഷൻ എന്ത് വേണേ പറഞ്ഞുതരാം. എനിക്ക് പറയാനുള്ള കാര്യം, എന്റെ കുറച്ച് ദിവസമായിട്ട് ലെവല് തന്തയ്ക്ക് വിളിച്ചതിനെ ഞാൻ ആ ക്ലിപ്പ് കാണുമ്പോൾ അവന്റെ തന്തയുടെ തന്തയ്ക്ക് വിളിക്കും. അത് അടുത്ത ദിവസം ക്ലിപ്പ് വരട്ടെ. ക്ലിപ്പ് എന്റെ കിട്ടുമ്പോൾ ഞാൻ അവന്റെ തന്തയുടെ തന്തയ്ക്ക് വിളിച്ചോളാം, കുഴപ്പമില്ല ബ്രോ. ഇപ്പൊ എനിക്ക് അറിയാത്തൊരു കാര്യത്തിൽ ഞാൻ അവനെ എങ്ങനെ തന്തയ്ക്ക് വിളിക്കുന്നത്? അപ്പൊ എനിക്ക് അറിഞ്ഞൂടല്ലോ അവനത് പറഞ്ഞോ ഇല്ലയോ എന്നുള്ളത്. അപ്പൊ പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് പോയിട്ട് തന്തയ്ക്ക് വിളിക്കാം അവനെ. ആ ക്ലിപ്പ് കാണുമ്പോൾ അവന്റെ തന്തയുടെ തന്തയ്ക്ക് ഞാൻ വിളിക്കാമല്ലോ. അത് നമുക്ക് സെറ്റാക്കാം. എന്തൊക്കെ ആൾക്കാരാണോ ദൈവമേ. അല്ല ഞാൻ ചോദിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോടാ, നിങ്ങൾ ഈ TV-യെ MRC ഇഷ്യൂവിന് സോൾവ് ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ എഫേർട്ട് എടുക്കുന്നില്ലേ? എന്റെ ചാറ്റിൽ വരുന്നു, അവരുടെ ചാറ്റിൽ വരുന്നു. നിങ്ങൾ പോയി ആ ലീഡറിന്റെ കോ ലീഡറിന്റെ അടിയൊന്ന് സോൾവ് ചെയ്തിട്ട് വരാമോ നിങ്ങളുടെ ഗ്യാങ്ങിന്റെ? അതാവുമ്പോ ആ രണ്ട് ഗ്യാങ്ങിലും ഉള്ള ഇപ്പൊ ലീഡറിന്റെ ഓഡിയൻസിനും ലീഡറിന്റെ ഓഡിയൻസിനോട് ഒരുമിച്ച് എന്നെ ഒന്ന് ചന്തക്ക് വിളിക്കാം. അപ്പൊ നിങ്ങൾക്ക് ഒരുപോലെ ടൈം കിട്ടും. അതൊന്ന് ജസ്റ്റ് ഒന്ന് സോൾവ് ചെയ്തിട്ട് വരാമോ? ഞാൻ ടൈം എടുത്ത് 2 ദിവസം വേണേ ലൈവ് ഇടായിരിക്കാം. നിങ്ങൾ അതൊന്ന് സോൾവ് ചെയ്തിട്ട് ഒരുമിച്ച് വന്ന് നമുക്കൊരു സൈബർ അറ്റാക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ വല്ലതും ചെയ്യും. കുറെ കഴിവില്ലാത്ത ആണുങ്ങൾ സഹകരിക്കാൻ വയ്യ. എന്താണല്ലോ സിറ്റിയിൽ എന്തായിരുന്നു? സിറ്റി വർക്കിംഗ് ആണോ? സിറ്റിയിലെ പ്രശ്നം ഞാൻ പറഞ്ഞുതരാം.